ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഇപ്പോൾ 𝙑𝙞 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വേക്ക്ഫിറ്റിൻ്റെ ഒരു ഓർത്തോപീഡിക് ബെഡാണ്. നമ്മളിതിനു മുമ്പ് നമ്മുടെ സ്ലീപ്പി ഹെഡിൻ്റെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അതൊരു ഡബിൾ ബെഡായിരുന്നു. ഇത് നമുക്കൊരു സിംഗിൾ ബെഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കേജിങ് നമുക്കിത് ആക്ച്വലി നമ്മുടെ എന്താ പറയുക, ഇവരെ വേക്ക്ഫിറ്റിൻ്റെ കൂടെ ഓർഡർ ചെയ്ത് നമുക്ക് ഇങ്ങനെയാണ് പാക്കേജിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഇത് ബോക്സിലല്ല വരുന്നത്. സ്ലീപ്പി ഹെഡ് ആകുമ്പോൾ ശരിക്കും ഫുൾ ബോക്സിലാണ് വരുന്നത്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് വെച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു കവർ ടൈപ്പ് സാധനത്തിലാണ് വരുന്നത്. അപ്പോൾ ചളിയൊക്കെ ഇതുമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആകെ അലമ്പായിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിക്കുന്ന ഒരു നൈഫും ഉണ്ടായിരുന്നു. അത് ഇങ്ങനത്തെ പാക്കേജിങ് ആയതുകൊണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബില്ലാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടു, ഇത് ഓർത്തോ മെമ്മറി ഫോം മാട്രസ് ആണ്. 72x36 5 ഇഞ്ചിൻ്റെയാണിത്. പ്രൈസ് വരുന്നത് MRP വരുന്നത് 8796 ആണ്. എന്തായാലും ഇത് നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. നമുക്കിത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതൊരു ടോട്ടൽ വെയിറ്റ് വരുന്നത് 9 kg എന്ന് പറഞ്ഞ രീതിയിലുണ്ട്. മന്ത് ആൻഡ് ഡേ ഓഫ് മാനുഫാക്ചർ April 22 പുതിയ സംഭവം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിക്കുന്നതാണ് വേറെ വേക്ക്ഫിറ്റിൻ്റെ ഒരു അൺബോക്സിങ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇത് ഈ കത്തി ഉപയോഗിച്ചാണ് ഒരു കട്ട് ചെയ്യേണ്ടത്. പക്ഷേ എന്താ വെച്ചാൽ അല്ലെങ്കിൽ അത് വേറെ നമ്മൾ മെയിൻ കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ബെഡിൽ വെച്ച് വെറുതെ കട്ട് ചെയ്യുക വേണ്ടു. അപ്പോൾ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ഇതുമ്പോൾ കട്ട് വരും. അതുകൊണ്ടാണ് അവർ ഈ നൈഫ് തരുന്നത്. അപ്പോൾ പക്ഷെ അത് ഈ പാക്കേജിങ്ങിൻ്റെ ഈ കുഴപ്പം കാരണം അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ പുതിയ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തൊരു കാണുക, പങ്കെടുക്കുക. ആമസോണിൻ്റെ ലിങ്ക് നമ്മൾ ആമസോണിൻ്റെ സ്റ്റോർ തുടങ്ങിയാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒന്ന് കയറി നോക്കി നോക്കാം. നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അൺബോക്സിംഗ് ഗൈഡിൽ കൊടുത്തേക്കുന്നത് ഇൻസ്ട്രക്ഷൻ 1 ആയിട്ട് ഓപ്പൺ ദ ബോക്സ് ആൻഡ് സ്ലൈഡ് ഔട്ട് യുവർ ന്യൂ മാട്രസ്. അത് നമ്മുടെ കട്ടിലിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കെയർഫുള്ളി വിത്ത് ദ സേഫ്റ്റി കട്ടർ. അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഓട്ടോമാറ്റിക്കലി വീർത്തോളും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ഓൺ ഡിവൈസ് ഉണ്ട്. 100 days ആണ് ട്രൈ ഓൺ ഉണ്ട്. ശരിയായിട്ടില്ലെങ്കിൽ നമുക്കത് റിട്ടേൺ അടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പാക്കേജിങ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ നൈഫ് പക്ഷേ പൊട്ടിപ്പോയി. ഇതിപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിവർന്നോളും. അപ്പോൾ അതിൻ്റെ കുറച്ച് ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇൻബിൽഡായിട്ട് ഇതുമ്പോൾ സിബും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ഓൾറെഡി ഒരു കവർ ഇതുമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമുക്ക് റൂമിൽ കൊണ്ടുപോയിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ബെഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്യാൻ നമ്മൾ ഈ ബോക്സിൻ്റെ കൂടെ വേറൊരു വാറണ്ടി കാർഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ കാണിച്ചു തരാൻ മറന്നു. അപ്പോൾ ഇതാണ് വാറണ്ടി ഓർത്തോ മെമ്മറിക് ഫോമിൻ്റെ 10 കൊല്ലം 10 year വാറണ്ടി എന്നൊരു ബോക്സ് വന്നിട്ടുണ്ട്. പിന്നെ കോൺടാക്ടസ് ഫോർ ഇനി കൊറിയസ് ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ഞാനൊന്ന് കട്ട് ചെയ്യാം. എന്താ വെച്ചാൽ നമുക്കിത് ക്യാമറ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, പിടിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ക്യാമറ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് ഫുള്ള് നിവർത്തി കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഫുൾ ഇട്ടിട്ടുണ്ട്. ഇത് വൈറ്റ് കളറാണ്. അതിനൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ശരിക്കും അത് നമ്മൾ എന്തെങ്കിലും ഒരു കവർ ഓട്ടോമാറ്റിക്കലി ഇൻബിൽഡ് ഒരു കവർ ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു കവർ ഓൾറെഡി ഉണ്ട് ഇതിന്. പക്ഷെ എന്നാലും ഇത് വൈറ്റ് കളറാണ്. ഉള്ളിൽ നമുക്ക് ഫോമും കാര്യങ്ങളൊക്കെ ശരിക്കും സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. സോഫ്റ്റാണ്. നോർമലി നമ്മുടെ ഓർത്തോപീഡിക് എന്ന് പറയുമ്പോൾ നല്ല ഹാർഡ് ടൈപ്പ് ആയിരിക്കും. ഇത് പക്ഷേ അങ്ങനത്തെ ടൈപ്പല്ല. ഇത് നമ്മുടെ ബോഡിയുടെ അനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് വരുന്നതാണ്. പിന്നെ അത് റീഗെയിൻ ചെയ്യുന്ന ഷേപ്പ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവരുടെ. നമ്മുടെ കേർലോണിൻ്റെ ഒക്കെ ശരിക്കും ഓർത്തോപീഡിക് എന്നൊക്കെ പറയുന്നത് ശരിക്കും നല്ല ഹാർഡായിട്ടുള്ള സംഭവമാണ്. അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ ഇത് വ്യത്യാസമുണ്ട് ഇവരുടെ. പിന്നെ അതിന് പക്ഷേ റേറ്റും കൂടുതലുണ്ട്. നമ്മൾ 9 രൂപ 10 രൂപയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശരിക്കും ആക്ച്വലി വരുന്നത് നമുക്ക് MRP വരുന്നത് 8700 സംതിങ് ആണ്. ഒരു 6800 ആ റേഞ്ചിലൊക്കെ നമുക്ക് ആമസോണിലൊക്കെ കിട്ടാൻ അവൈലബിൾ ആണ്. നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് പ്രൈസ് വാരി ചെയ്യും. എന്തായാലും ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാൻ താല്പര്യമൊക്കെ നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം കിടക്കുക. നമ്മളിതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെന്തായാലും അത്യാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഒരു ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.